ഹല്ലേലൂയ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഏതൊരു പാപിക്കും കർത്താവിനെ സമീപിക്കാം. എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും യേശുക്രിസ്തുവിലൂടെ അവന് നിത്യത പ്രാപിക്കാം. വിശുദ്ധ പൗസ്റ്റീനയുടെ ഡയറിയിൽ 1059 പ്രകാരമാണ് ഈശോ പൗസ്റ്റീനയോട് പറയുന്നത്: എന്റെ കരുണയിൽ വലിയ ശരണത്തോടെ ആശ്രയിക്കാൻ പാപികളെ പ്രോത്സാഹിപ്പിക്കുക. പാപിയും ബലഹീനനുമായ ഒരു ആത്മാവ് എന്നെ സമീപിക്കാൻ ഭയപ്പെടേണ്ട. ലോകത്തിലെ മുഴുവൻ മണൽത്തരികളേക്കാൾ വലുതാണെങ്കിലും അവരുടെ പാപങ്ങൾ എന്റെ കരുണയുടെ ആഴത്തിൽ അത് ആഴ്ന്നു പോകും. എന്നെ കേൾക്കുന്ന എന്റെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾ പാപത്തിന്റെ കുറ്റബോധത്തിലാണെങ്കിലും പാപത്തിന്റെ നിരാശയിലാണോ, ഈശോയുടെ കരുണ അതിനേക്കാൾ വലുതാണ്. യേശു ലോകത്തിലുള്ള സകല മനുഷ്യർക്കു വേണ്ടിയും കൂടിയാണ് പാപപരിഹാരം ചെയ്തത്. യേശുവിലൂടെ വെളിപ്പെട്ട രക്ഷയും പാപമോചനവും യേശുവിൽ വിശ്വസിക്കാനിരിക്കുന്ന സകല ജനത്തിന്റെയും അവകാശമാണ്. അതൊരു മേരിക്കുട്ടിക്കും, അതൊരു ഫാത്തിമയ്ക്കും, അതൊരു ലക്ഷ്മിക്കും വേണ്ടി അവകാശപ്പെട്ടതാണ്. അതൊരു ഫ്രാൻസിസിനും, അതൊരു ഉണ്ണികൃഷ്ണനും, അതൊരു മുനിയറിനും കൂടി അവകാശപ്പെട്ടതാണ്. ലോകത്തിലെ ഏതൊരു തീവ്രവാദിക്കും ഈശോയിലൂടെ പാപമോചനവും രക്ഷയും നേടാം. ഏതൊരു വ്യഭിചാരിയെയും സ്വർഗത്ത് കൊണ്ടുപോകാൻ യേശുക്രിസ്തുവിലൂടെ മാത്രമേ കഴിയുകയുള്ളൂ. കല്ലെറിയാൻ കൊണ്ടുവന്ന മഗ്ദലേന മറിയത്തിനെ വിശുദ്ധയാക്കാമെങ്കിൽ നീ പാപത്തിന്റെ പടുകുഴിയിൽപ്പെട്ട് നശിച്ചു പോകാനുള്ള ഒരു വ്യക്തിയല്ല, നിനക്കുമാകാം ഒരു വിശുദ്ധ അല്ലെങ്കിൽ ഒരു വിശുദ്ധൻ. ചുങ്കക്കാരനായ മത്തായിയെ ശിഷ്യനാക്കാമെങ്കിൽ, പിടിച്ചുപറിച്ച സക്കയോസിനെ അരുമ ശിഷ്യനാക്കി മാറ്റാമെങ്കിൽ, ഏതൊരു ബ്ലേഡുകാരനെയും ഏതൊരു കള്ളുകച്ചവടക്കാരനും യേശുവിൽ മാനസാന്തരപ്പെട്ട് അവനും നല്ലൊരു ശിഷ്യനായി സ്വർഗത്തിലേക്ക് പോകാൻ പറ്റും. ഒടുവിൽ അവസാനത്തിൽ 2 കള്ളന്മാരുടെ നടുവിലായി കിടന്ന യേശുവിനെ നോക്കിയിട്ട് ഒരു കള്ളൻ നിത്യത പ്രാപിച്ചുവെങ്കിൽ ലോകത്തിലെ ഏതൊരു മോഷ്ടാവിനും ഈശോയിലൂടെ സ്വർഗത്ത് പോകാം. യേശുവിലൂടെ വെളിപ്പെട്ട പാപമോചനവും രക്ഷയും നിനക്ക് അവകാശപ്പെട്ടതാണ്. കർത്താവിന്റെ കരുണയിൽ ആശ്രയിക്കാൻ നീ ഭയപ്പെടേണ്ട. കർത്താവിന്റെ കരുണയും കർത്താവിന്റെ കരുതലും നിനക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഇപ്പോൾ പാപഭാരം പേർന്ന വ്യക്തിയാണോ? ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൽ നീ അനുതാപം സ്വീകരിക്കുക. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെ നവീകരിക്കാൻ നിന്റെ കൂടെ കർത്താവ് ചേർന്നിരിക്കുകയാണ്. ഈ സന്ദേശത്തിലൂടെ ഈശോയിൽ നീ രക്ഷ പ്രാപിക്കട്ടെ. ആമേൻ.